ഷിരൂരിൽ അർജുൻ്റെ ട്രക്ക് റോഡിലെത്തിച്ചപ്പോൾ ട്രക്കിൻ്റെ ഭാഗങ്ങൾ പൊളിച്ചു നിൽക്കുകയാണ്. ഇനിയും കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊളിച്ചു നിൽക്കലും പരിശോധനകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ കാർവാറിലേക്ക് സഹോദരനെയും സഹോദരി ഭർത്താവിനെയും അയച്ചിട്ടുണ്ട്. DNA പരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷം നാളെ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അല്പം മുമ്പ് കാർവാർ MLA കൂടി അറിയിക്കുകയും ചെയ്തത്. വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്, ഊർജിതമായ കൂട്ടായ യത്നമായിരുന്നു നടന്നതെന്നാണ് കാർവാർ SP പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒപ്പം തന്നെ MLA മാരോട് മാധ്യമങ്ങളോടൊക്കെ നന്ദിയുണ്ട് എന്നും കാർവാർ MLAയും അതോടൊപ്പം തന്നെ SP അടക്കം പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ ട്രക്ക് പൊളിച്ചു നീക്കുന്ന, ക്യാബിൻ പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് നേരത്തെ അർജുൻ്റെ ശരീര അസ്ഥി കണ്ടെത്തുകയും ചെയ്തത്. അതിനുശേഷവും ചില ശരീരഭാഗങ്ങൾ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അതിൻ്റെ ഭാഗമായി ട്രക്കിൻ്റെ ക്യാബിനടക്കം പൊളിച്ചു നീക്കുകയാണ്. രാവിലെയോട് കൂടിയാണ് 10:45 കൂടിയാണ് ഈ ട്രക്ക് കരയിൽ നിന്ന് റോഡിലേക്ക് എത്തിച്ചത്. ഇനി ഇവിടെ നിന്ന് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് മുൻപേ തന്നെ DNA പരിശോധന നടത്തി മൃതദേഹം വിട്ടു നൽകുന്ന കാര്യത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. നാളെ തന്നെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ സിജു കണ്ണൻ ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. സിജു, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആ ട്രക്കിൻ്റെ ക്യാബിൻ അടക്കമുള്ള ഭാഗങ്ങൾ പൊളിച്ചു നീക്കുകയാണ്. രാവിലെ തന്നെ ഒരു അസ്ഥി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്ന പ്രവൃത്തികൾ? ഒപ്പം തന്നെ മറ്റ് 2 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് ഊർജിതമായി നടക്കുന്നുണ്ടോ? സിജു, ഇപ്പോൾ ഈ ട്രക്കിന്റെ മുൻഭാഗം, ക്യാബിൻ ഭാഗം പൊളിച്ചു നീക്കിക്കൊണ്ട് പരിശോധന നടത്തുകയാണ്. അവിടെ പൊളിച്ചു നീക്കി അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, സാധനങ്ങൾ എല്ലാം തന്നെ പുറത്തേക്കെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അതിനകത്ത് കയറി പരിശോധന നടത്തുകയാണ്. ശരീരത്തിന്റെ ചെറിയ ഭാഗം, മൃതദേഹത്തിന്റെ ചെറിയ ഭാഗം ഇവിടെ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ പുറത്തേക്ക് എടുക്കുകയാണ്. അതിന്റെ ക്യാബിൻ പൂർണ്ണമായും ഇപ്പോൾ നിലവിൽ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഈ പരിശോധനകൾ വളരെ വേഗത്തിൽ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ജിതിലിനോട് സംസാരിച്ചിരുന്നു. ജിതിൽ പറഞ്ഞത് അതിനകത്ത് അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കണം, ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തണം എന്നുൾപ്പെടെ ജിതിൽ ആവശ്യപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ആവശ്യമാണ് അതെന്ന് നേരത്തെ ജിതിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ കണ്ടെടുക്കുകയാണ്. അവസാനമായി അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അർജുന്റെ ഭാര്യ ഇന്ന് രാവിലെ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ജിതിൽ നേരത്തെ പറഞ്ഞിരുന്നു. അതെല്ലാം തന്നെ ഓരോന്നായി സാധനങ്ങൾ കണ്ടെടുക്കുകയാണ്. ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരിശോധനകളുടെ ഭാഗമായി അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ പുറത്തേക്ക് എടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പരിശോധന പൂർത്തിയാകും. നേരത്തെ കാർവാർ MLA സതീഷ് കൃഷ്ണശീൽ, അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ എത്തിയ മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. SP നാരായണ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് മൃതദേഹം എത്രയും പെട്ടെന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. DNA പരിശോധനാ ഫലമാണ് വരാനുള്ളത്. എത്രയും പെട്ടെന്ന് മൃതദേഹം കുടുംബത്തിൽ കോഴിക്കോട്ടെ വീട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തും. ക്യാബിനകത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റ് സംശയങ്ങളൊന്നുമില്ല, അത് അർജുന്റേതാണെന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ സാങ്കേതികമായ കാര്യങ്ങൾ, സാങ്കേതിക പരിശോധനകൾ ആവശ്യമുണ്ട്. കാരണം ഭാവിയിലുള്ള നിയമപ്രശ്നങ്ങൾ അടക്കം വരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് DNA പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. 2 ദിവസം വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ലാബിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുൾപ്പെടെയുള്ള സഹായം കർണാടക സർക്കാർ തലത്തിൽ നൽകുമെന്നാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ അടക്കം കാർവാർ MLA ആയാലും SP ആയാലും സംസാരിച്ചതിൽ അവരുടെ ശരീരഭാഷയിൽ വന്നിട്ടുള്ള ഒരു മൃദുത്വം, അവർ ഉപയോഗിച്ച ഭാഷയിൽ വന്നിട്ടുള്ള ഒരു മൃദുത്വം, ഇതെല്ലാം തന്നെ കേരളത്തിൻ്റെ ഇടപെടലാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം അവിടെ നിന്ന പ്രമുഖന്മാർ ചോദിച്ചത് ഈ വെള്ളത്തിനടിയിൽ പെട്ടുപോയത് കേരളത്തിൽ നിന്നുള്ള ഒരു VIP ആണോ എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ. വളരെ മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥരടക്കം MLAയുടേതടക്കം ശരീരഭാഷയിൽ വന്ന മാറ്റം, എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ, ഒരു മനുഷ്യജീവനെ ഒരു സംസ്ഥാനം കാണുന്നത്? കേരളം അതവർക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു. ഭാവിയിൽ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ കേരളത്തിൻ്റെ ഇടപെടൽ കഴിഞ്ഞു. അതുതന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന്, ശരീരഭാഷകളിൽ നിന്ന്, ഉപയോഗിച്ച ഭാഷകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു.
സിജു, തീർച്ചയായും ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളടക്കം എത്തുമ്പോൾ നിങ്ങൾ എന്തിനാണ് തുടർച്ചയായി ഇവിടെ നിൽക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ഉദ്യോഗസ്ഥരും ചോദിച്ചിരുന്നു. എന്തിനാണ് ഇത്രത്തോളം ഇതേ നിലയിൽ വാർത്തകൾ നൽകുന്നതെന്ന തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടപെടൽ വലിയ അസ്വസ്ഥത ഇവർക്ക് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സർക്കാർ തലത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുമാണ് 72ാം ദിവസം അർജുന്റെ ട്രക്ക് കണ്ടെത്തുന്നതിനും അർജുന്റെ മൃതദേഹം കണ്ടെത്തുന്നതിനും സഹായകമായത് എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവർ അതിനനുസരിച്ച് നേരത്തെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം തന്നെ കാർവാർ SP നാരായണ പറഞ്ഞു. അതോടൊപ്പം തന്നെ സതീഷ് കൃഷ്ണ സെയിലും പറഞ്ഞു. ഇരുവരും സംസാരിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് സർക്കാരുകൾ യോജിച്ച് കൊണ്ട് പ്രവർത്തിച്ച ആ കാര്യത്തെക്കുറിച്ചാണ് അവർ സൂചിപ്പിച്ചത്. രാജ്യത്ത് തന്നെ മാതൃകയായ നിലയിലുള്ള ഒരു പ്രവർത്തനമായി ഈ കർണാടക ശിരൂരിൽ നടന്ന ഈ രക്ഷാദൗത്യം, ഈ തെരച്ചിൽ മാറി എന്നുള്ള കാര്യമാണ് അവർ സൂചിപ്പിച്ചത്. അതിന് രണ്ട് സംസ്ഥാനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം കാരണമായി കേരള സർക്കാർ അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു. MLA-മാർ MP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടു. അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ എത്തിയ കാര്യം അദ്ദേഹം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ശരി, ഉൾപ്പെടെ സിജു കണ്ണനാണ് ഷിരൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് പുറത്തെത്തിച്ചപ്പോൾ ക്യാബിനിലെ കൂടുതൽ ഭാഗങ്ങൾ പരിശോധനയുടെ ഭാഗമായി ക്യാബിൻ പൊളിച്ചു നിൽക്കുന്ന നടപടികളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.